ഒരാളെ പറ്റിച്ചിട്ടുണ്ടാക്കുന്ന പൈസ ഒരിക്കലും നിലനിൽക്കില്ല കേട്ടോ. ഞാൻ പറയാനുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് എന്തായാലും ഒരു കസ്റ്റമർ വിളിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു പുള്ളിക്ക് എന്റെ കയ്യിൽ ഒരു സാധനം ഓർഡർ ചെയ്യുന്നു. പക്ഷെ പുള്ളി എനിക്ക് പേടിയാണ് ഓർഡർ ചെയ്യുന്നത്. എന്താ കാര്യം ചോദിച്ചു. പറഞ്ഞ് കുറച്ച് ദിവസം മുന്നേ ഒരു പ്രൊഡക്റ്റ് 2 പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിരുന്നു. സാധനം വന്നു പൊട്ടിച്ച് നോക്കിയപ്പോൾ അതിലുണ്ടായത് 2 വെള്ളം കുപ്പിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു അവസ്ഥ. പുള്ളിക്ക് വീട്ടിലെത്തിയത് 2 വെള്ളം കുപ്പിയാണ്. പുള്ളി ഓർഡർ ചെയ്തത് വേറെ സാധനം. സംഭവം അയച്ചു കൊടുക്കുന്ന ആൾക്കാർ കറക്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ടോ? ഡെലിവറി പാർട്ട്ണറിന്റെ സൈഡിൽ നിന്നായിരിക്കും മേ ബി അങ്ങനെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷെ ഓക്കെ, അത് നമ്മൾ ഓൺലൈനിൽ ചെയ്യുമ്പോൾ വരുന്ന ഇഷ്യൂ ആണ്, അത് സ്വാഭാവികമാണ്. പക്ഷെ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ ഭാഗത്ത് നിന്ന് ആ ഒരു കസ്റ്റമറിന് റീഫണ്ട് ചെയ്ത് കൊടുക്കണം. കാരണം പുള്ളി നമ്മൾ വിശ്വസിച്ചിട്ടാണ് അത് ഓർഡർ ചെയ്തത് അല്ലെ. നമ്മൾ ആ പൈസ ഉണ്ടാക്കാൻ വേണ്ടി എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടോ അതേപോലെ ആ ഒരു പൈസ ഉണ്ടാക്കാൻ ആ ഒരു കസ്റ്റമർ എത്രത്തോളം കഷ്ടപ്പെട്ടുണ്ടാവുന്ന ആലോചിക്കണം. അതായത് എനിക്ക് അവർ വിളിച്ചിട്ട് പറയാറ് ഇന്ന് രാവിലെ അക്കൗണ്ടിലൊന്നും കയറിയിട്ടില്ല, ഈവനിങ് ആകുമ്പോഴത്തേനും പൈസ കയറും, ഞാൻ അപ്പൊ അയച്ചുതരാം എന്നാ പറയാം. അതായത് അവർ അന്ന് ഉണ്ടാക്കുന്ന പൈസ എടുത്തിട്ടായിരിക്കും നമുക്ക് അത് ഓർഡർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അവർക്ക് അങ്ങനെ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് റീഫണ്ട് ചെയ്ത് കൊടുക്കൽ നമ്മൾ ഉത്തരവാദിത്തം അല്ലെ, നമ്മൾ ചെയ്യണ്ടേ. ഞാൻ ഈ ഒരു സൗത്ത് കാറ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് തുടങ്ങുന്ന സമയത്ത് എന്റെ കൂടുതലോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളിത് വിസ്മി ചൊല്ലിയിട്ടാണ് തുടങ്ങുന്നത്. ഇതില് ഒരാളെ വിഷമിപ്പിച്ചിട്ടുള്ള ഒരു രൂപ പോലും ഉണ്ടാവാൻ പാടില്ല എന്ന് നമുക്ക് നിർബന്ധമാണ്. നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മേ ബി നമുക്ക് അവരെ പറ്റിച്ച് ലാഭം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഒരിക്കലും ഈ ബർക്കത്ത് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. അതായത് 50,000 ഉള്ള ആളുടെ കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ടാവില്ല, പക്ഷെ 10,000 ഉള്ള ആളുടെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കുന്നുണ്ടാവും. അതാണ് ബർക്കത്ത് എന്ന് പറയുന്ന സാധനം. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഒരാളെ പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കിയത് നിങ്ങളുടെ ഭാഗത്ത് നിന്നായിരിക്കും ആവശ്യം വന്നിട്ടുണ്ടാവുക. എന്നാൽ നിങ്ങൾ അത് റീഫണ്ട് ചെയ്ത് കൊടുക്കണം. ആ ഒരു നഷ്ടം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. അത് വെച്ചിട്ട് ലാഭം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഗുണം പിടിക്കില്ല. അതായത് അവരുടെ മനസ്സിൽ വിഷമിപ്പിച്ചിട്ട് അവരെ ചോര നീരാക്കി ഉണ്ടാക്കുന്ന പൈസ ആയിരിക്കും നിങ്ങൾക്ക് അയച്ചിട്ടുണ്ടാവും നിങ്ങളെ വിശ്വസിച്ചിട്ട്. ആ സമയത്ത് നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ മര്യാദ കച്ചവടം ചെയ്യാൻ പോകുന്ന ആൾക്കാരെ പോലും സൊസൈറ്റിക്ക് വിശ്വാസമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് നിങ്ങളുടെ ഭാഗത്തായിരിക്കില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് റീഫണ്ട് ചെയ്ത് കൊടുക്കുക. ആൾക്കാരെ പറ്റിക്കരുത്. അങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്താ കിട്ടാൻ പോകുന്നത്? നമ്മളെ ബ്രാൻഡിനെ ബാധിക്കില്ല ചെയ്യുമോ? ദയവ് അങ്ങനെ ആരും ചെയ്യരുത്. ഓക്കെ.